കേരള സർവകലാശാലയിൽ VC ഒരു സമാധാനവും കൊടുക്കുന്നില്ല കേട്ടോ. സർവകലാശാലയുടെ കട്ട പുക കണ്ടേ അടങ്ങൂ എന്ന മട്ടിലാണ് VC. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേരള വൈസ് ചാൻസലർ. സസ്പെൻഷൻ കാലത്ത് അനൌദ്യോഗികമായി ഫയലുകൾ തീർപ്പാക്കി എന്നാണ് ആരോപണം. തീർപ്പാക്കിയ 522 ഫയലുകളുടെ വിശദ വിവരങ്ങൾ അന്വേഷിക്കാൻ ജോയിന്റ് രജിസ്ട്രാറെ VC ചുമതലപ്പെടുത്തി. ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതിലും അന്വേഷണമുണ്ടാകും. ഗോകുലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. VC വിടുന്ന മട്ടില്ല അല്ലേ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും VC വീണ്ടും പിടിമുറുക്കുകയാണെന്നുള്ളതാണ്. കേരള സർവകലാശാലയിലെ മുൻ രജിസ്ട്രാർ KS അനിൽകുമാർ ഈ സസ്പെൻഷൻ കാലാവധി കാലത്ത് ഇത്തരത്തിൽ ഓഫീസിൽ ഹാജരായി അനൌദ്യോഗികമായി 552ഓളം ഫയലുകൾ തീർപ്പാക്കിയതായാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ കാലയളവിൽ വിദേശ വിദ്യാർത്ഥികൾക്കുൾപ്പെടെയുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഈ സമയത്ത് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഔദ്യോഗികമായ ഫയലുകൾ തീർപ്പാക്കുന്നതിനോ രജിസ്ട്രാർക്ക് കെൽപ്പുള്ളതല്ല. പക്ഷേ ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യുകയും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് നീക്കുകയും അതുപോലെ തന്നെ വിദേശ വിദ്യാർത്ഥികൾ അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ വിദേശ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഓഫീസിൽ ഹാജരാകരുതെന്ന VCയുടെ വിലക്ക് അന്ന് KS അനിൽകുമാർ ലംഘിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഹാജരായിക്കൊണ്ടാണ് ഈ ഫയലുകളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഇങ്ങനെ തീർപ്പ് ആക്കിയ ഫയലുകളുടെ വിശദാംശങ്ങളാണ് 4 ദിവസത്തിനകം ലഭ്യമാക്കാൻ ജോയിന്റ് രജിസ്ട്രാർ സിന്ധു ജോർജിനെ VC ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് വലിയ ഭരണ പ്രതിസന്ധി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കാർ ഉപയോഗിക്കരുത്, ഔദ്യോഗിക വാഹനം ഉപയോഗിക്കരുത് അടക്കമുള്ള കാര്യങ്ങൾ വൈസ് ചാൻസലർ രജിസ്ട്രാറെ ബോധിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ സമയത്തൊക്കെ ഔദ്യോഗിക കാർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കാർ പിടിച്ചിടാനൊക്കെ സെക്യൂരിറ്റി ഗാർഡുകളോട് വൈസ് ചാൻസലർ പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 4 ദിവസത്തിനകം തന്നെ ഈ വിവരങ്ങളെല്ലാം ലഭ്യമാക്കാനാണ് ജോയിന്റ് രജിസ്ട്രാർ സിന്ധു ജോർജിനെ വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള സർവകലാശാലയിൽ VC ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. അക്കാദമികമായിട്ടുള്ള അന്തരീക്ഷത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്നുള്ളതാണ് അവിടെ ചിലരുടെ ഗൂഢാലോചന.